ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ കുറെ കാലമായില്ലേ നമ്മളൊരു കണ്ടന്റ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ പോലത്തെ ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ആ ഒരു പെട്ടി അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനബിൾ ചെയ്താൽ മാത്രമേ എന്റെ ഒരു കുഞ്ഞു ഫാമിലിയിൽ മെമ്പറാക്കി വരാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അതിനേക്കാളും വലിയൊരു സന്തോഷം നമ്മളെ യൂട്യൂബ് ഫാമിലിയിൽ ഏകദേശം 5000-ഓളം ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. പിന്നെ എന്താണ് ആ ഒരു അൺബോക്സിംഗിൽ എന്താണ് ആ ബോക്സിനുള്ളിലുള്ളതെന്ന് അറിയണ്ടേ? പോയാലോ വീഡിയോയിലോട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പെട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഒമാനിൽ തന്നെ നൂർഗസൽ ഫുഡ്സ് ആൻഡ് സ്പൈസസിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നല്ല പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് പോലെ എനിക്ക് തന്നാണ് കേട്ടോ. അപ്പൊ ഇതിന്റെയാണ് ഇന്നത്തെ അൺബോക്സിംഗ് എന്ന് പറഞ്ഞത്. അവര് അതിൽ നിന്ന് തന്നെ ഒരു അപ്രിസിയേഷൻ ലെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇത് അവർ തന്നെ ഒരു അപ്രിസിയേഷൻ ലെറ്റർ പോലെയാണ് കേട്ടോ തന്നിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ജസ്റ്റ് അപ്പൊ ഇതായിരുന്നു ഈ ഒരു കവറിനകത്ത് ഉണ്ടായത്. അപ്പൊ നമുക്ക് പെട്ടിയിൽ എന്താ ഉള്ളതെന്ന് വേഗം അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, പെട്ടി എന്ന് പറഞ്ഞപ്പോ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അയ്യോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ഒമാനിലുള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നമ്മൾ ഈ നൂർഗസലിന്റെ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അതിൽ കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വേഗം ഒന്ന് പെട്ടി തുറന്നു നോക്കാം കേട്ടോ. ഓ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. ഇതെന്ന് പറയുന്നത് നൂർഗസലിന്റെ വൈറ്റ് കളർ കടലായിട്ട്. ഇതാണ് ഞാൻ അധികം പുട്ടിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് ഒരുപാട് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്രൗൺ കടല, ഇവരുടെ തന്നെ മിക്സഡ് നട്ട് ക്രീമിയാണ് കേട്ടോ. കാഷ്യൂം അതേപോലെ പിസ്ത ബദാമും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പാക്കറ്റ് ഉണ്ട്. നമ്മുടെ പരിപ്പ്, സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പാണ് കേട്ടോ. പിന്നെ ഇത് വേറൊരു ടൈപ്പ് പരിപ്പ്. എനിക്ക് തോന്നുന്നത് പായസമൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് പരിപ്പാ തോന്നുന്നുണ്ട്. പിന്നെ ഇത് വൈറ്റ് റൈസ് ആണ്. നമ്മൾ അപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റ് റൈസ് ആണ് കേട്ടോ. ഞാൻ ഇവരെ വൈറ്റ് റൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ദോശയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ഈ സാധനം കൊണ്ട്. ഞാൻ ഇവരെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി, നൂർഗസലിന്റെ തന്നെ അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഇത് ചിക്കൻ മസാല. പിന്നെ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കേട്ടോ. ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഈ സാധനം. അപ്പോൾ ഈ സാധനം എനിക്ക് തോന്നുന്നുണ്ട് തേങ്ങ എന്തോ ഇതുപോലെ ചിരകിയത് വറുത്തിട്ടുള്ള എന്തോ ഒരു സാധനം തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് എന്താ അറിയില്ല. അപ്പൊ ഇതിന് എന്തിനാ ഉപയോഗിക്കുന്നുള്ളതും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം. ഇതിനെ കൊണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. പിന്നെ ഇത് സാമ്പാർ പൊടി ഉണ്ട്, സാമ്പാർ മസാല. ഒരു ടൈപ്പ് പരിപ്പുണ്ട് കേട്ടോ. ഇതും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. കുറെ ടൈപ്പ് പരിപ്പൊക്കെ ഉണ്ട്. അത് ഏതൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാനുള്ളത് കറക്റ്റ് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഇതാണ് കേട്ടോ എന്റെ അൺബോക്സിംഗ് വീഡിയോയിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എനിക്ക് എന്തായാലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് അതിനകത്ത്. അതിൽ ഒന്ന് മാത്രമാണ് മറ്റേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. എനിക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ള കറക്റ്റ് എനിക്കറിയില്ല. പറയുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഒമാനുള്ളവർക്കാണെങ്കിൽ ഈ ഐറ്റംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്റെ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ സാധനം പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.